ഇന്ന് നമ്മുടെ കിച്ചണിൽ നമുക്ക് ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത് നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഉണ്ണിപ്പിണ്ടി. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വാഴ ഉണ്ടാകുമ്പോൾ കായക്കൊല വെട്ടിക്കഴിഞ്ഞാൽ ഉണ്ണിപ്പിണ്ടി കിട്ടും. അത് നല്ല വട്ടത്തിൽ അരിഞ്ഞിടാം, അതുപോലെ നീളത്തിൽ അരിഞ്ഞിടാം. അപ്പം അങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പിലിട്ടതാണ് ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് പാകമാവും ചെയ്യും. നല്ല ടേസ്റ്റോടു കൂടി കഴിക്കുകയും ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ഉണ്ണിപ്പിണ്ടി ഉപ്പിലിടുന്ന നോക്കാം. നല്ലോണം ഫൈബേഴ്സ് ഉള്ളതാണ് ഉണ്ണിപ്പിണ്ടി. പാളയംകോടൻ്റെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഏത് പിണ്ടിയായാലും നമുക്ക് ഉപ്പിലിടാം. കായക്കൊല വെട്ടിയതിന് ശേഷം നമ്മൾ പോളയൊക്കെ പൊളിച്ച് മാറ്റി കഴിഞ്ഞ് ഏറ്റവും ഉള്ളിൽ കിട്ടുന്നതാണ് ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉണ്ണിപ്പിണ്ടി നമ്മൾക്ക് ഇങ്ങനെ ഒരു പോളോട് കൂടി തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ ഈ ഒരു പിണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ പോളം മാറ്റണം. നല്ലോണം ഫൈബേഴ്സ് അടങ്ങിയുള്ളതാണ് ഉണ്ണിപ്പിണ്ടി നമ്മൾ മുതിരിട്ടിട്ടും പയറിട്ടിട്ടൊക്കെ വെക്കാറുണ്ട്. യൂറിക് ആസിഡ് കുറയാനൊക്കെ ഉണ്ണിപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പിണ്ടി ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് പോളകളൊക്കെ കളയണം. ഇതൊരു ലെയറും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ പോളകളൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൊരു നാരുകളുണ്ടാവും. അപ്പോൾ ഒരേ ദിവസം ചെല്ലുന്തോറും നാരുകളുടെ എണ്ണം അധികമാവും. ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ചെയ്യാൻ വെച്ചാൽ നാരുകൾ അത്രയും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നാരുകൾ മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ണിപ്പിണ്ടിയൊക്കെ അരിഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ ചെറിയ ചെറിയ വട്ടമായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഇങ്ങനെ ഞാരുകളുണ്ടാവും. ഇതിപ്പോൾ നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെല്ലോണ്ട് ഇങ്ങനെ ചിറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം നാരും പൊക്കോളും. അപ്പോൾ ഇങ്ങനെ ഒരേ ഉണ്ണിപ്പിണ്ടിയുടെ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റെടുത്ത് എല്ലാ ഞാരുകളും കളയണം. അല്ലെങ്കിൽ ഞാര് കടിക്കുമ്പോൾ ഒരു തടസ്സം പോലെ നിൽക്കും. ഇത് മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ. അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ വയറ് ശുദ്ധിയാവാനും അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒരു ദിവസം വൈകി കഴിഞ്ഞാൽ നൂല് കൂടും. നൂല് എന്ന് പറയാത് പിണ്ടിയുടെ നൂല് എന്ന്. ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചിറ്റിച്ചെടുത്താൽ മതി. തോരൻ വെക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇങ്ങനെ ചിറ്റിച്ച് ഇങ്ങനെ എടുക്കണം. നൂല് കളയണം. ഇതിപ്പോൾ എല്ലാതും ഇങ്ങനെ നൂല് ഓരോന്നോരോന്നായിട്ട് എടുത്ത് കളയാം. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാം. പിന്നെ നല്ല കറിയാണ്. നമ്മൾ ഡ്രസ്സുമ്മലൊന്നും ആവാണ്ട് നോക്കണം. അപ്പം നമ്മൾ ഉണ്ണിപ്പിണ്ടിയുടെ നൂലൊക്കെ ചുറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഉപ്പിലിടാനായിട്ട് നോക്കാം. പോണിയിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് തിളച്ചിട്ട് ചൂടാറണം. വെള്ളത്തേക്ക് നമ്മൾ 1/4 കപ്പ് കല്ലുപ്പ് ചേർക്കാം. ഉപ്പ് മുൻപന്തിയിൽ നിൽക്കണം വെള്ളത്തിൽ. ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കാനായിട്ട്. നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ നൂലൊക്കെ മാറ്റി വെച്ച പിണ്ടി നമുക്ക് ചേർക്കാം. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കാന്താരി വെച്ചാൽ നല്ലതാണ്. അതിപ്പോൾ നല്ല വീട്ടിലുണ്ടായ മുളക് തന്നെയാണ്, നല്ല എരിവുള്ളതാണ്. അത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ഇടാം. കാന്താരി ആകുമ്പോൾ ചതച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചൊറുക്കാന്നൊക്കെ പറയൂലേ, വിനാഗിരി നമുക്ക് 1/4 കപ്പ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്നിങ്ങനെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മൾ കല്ലുപ്പും വെള്ളം കൂടി തിളപ്പിക്കാൻ വെച്ചത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണ്ണിപ്പിണ്ടിട്ട കുപ്പിയിലേക്ക് ഒഴിക്കാം. ഇത് നമ്മൾ കല്ലുപ്പ് ഇട്ട് തിളപ്പിച്ച് ചൂടാറിയ വെള്ളമാണ്. നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പിണ്ടി അരിഞ്ഞിട്ടേലേക്ക് ഒഴിക്കാം. നെകയ്ക്ക് ഒഴിക്കണം. നമ്മളിപ്പോൾ ഇതിൽ ചേർത്തുള്ളത് പച്ചമുളക്, വിനാഗിരി, കല്ലുപ്പിട്ട് തിളപ്പിച്ചാറിയ വെള്ളം. പിണ്ടി ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് പാകമാവും. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. ഫൈബേഴ്സ് നിറഞ്ഞതാണ് നമ്മുടെ ഉണ്ണിപ്പിണ്ടി. തോരൻ വെച്ചിട്ടോ അത് ഉപ്പിലിട്ടിട്ടോ ജ്യൂസായിട്ടും കഴിക്കുന്നത് നല്ലതാണ്. തടി കുറയാനോ ഒക്കെ ഉണ്ണിപ്പിണ്ടി കഴിക്കുന്നത് നല്ലതാണ്.